ഇപ്പോൾ ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് പറയാറുണ്ട്, മൂക്കിൻ്റെ എന്താണ് തുമ്പത്തോ എന്ത് ചെയ്താനെ, മൂക്കിൻ്റെ തുമ്പത്താണ്. ഇവിടെ ആറാട്ടണ്ണൻ നന്ദുവിൻ്റെ തോളി തട്ടിയെന്ന് പറയുന്നു. തോളി തട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുള്ളൊരു സ്ഥലമായിരുന്നല്ലോ വിനിത. അപ്പോൾ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, ഒരാൾ നമ്മൾ വിളിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കും, എന്നിട്ട് കേൾക്കുന്നില്ല നമ്മൾ എന്താ ചെയ്യുക, ചെറുങ്ങനെ തോളിൽ തട്ടുമല്ലേ. അതുപോലെ ആറാട്ടണം തട്ടി പുള്ളിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നന്ദു എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ ഭയങ്കര ജാടയോ അഹങ്കാരമൊക്കെ കാണിച്ച് മൈൻഡ് പോലും ചെയ്യാതിരുന്നു. ഇതാണ് നമ്മൾ സാബു മോൻ പറഞ്ഞ് ഒരാളുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തിയെന്ന്. എന്ത് സ്വകാര്യതയിൽ കൈകടത്തി? അത്രയും വലിയ പബ്ലിക് ഏരിയയിൽ ഇരുന്നുകൊണ്ട് എന്ത് സ്വകാര്യതയിൽ കൈകടത്തുന്ന പറയുന്നത്. പിന്നെ അതുപോലെ സാബു മോൻ പറഞ്ഞൊരു കാര്യം, ആറാട്ടണ്ണന് മെൻ്റലി അൺസ്റ്റേബിളാണോ. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പറയുന്നു, ഞാനായിരുന്നെങ്കിൽ അവൻ്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും, എൻ്റെ പെങ്ങളെ പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നുകളയും. അപ്പോൾ ഒരു മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളെയാണോ കൊല്ലുന്നൊക്കെ പറയേണ്ടത്? പിന്നെ ഇത് ആറാട്ടണ്ണൻ മെൻ്റലി സ്റ്റേബിളാന്നുള്ള അറിവ് എങ്ങനെയാണ് പുള്ളി കിട്ടുന്നത് സാബു മോന്? അതില്ലേ എനിക്ക് തോന്നുന്നതേ ഈ സ്റ്റേബിൾ അല്ലാത്ത അണ്ണനാണോ സാബാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരും പറയില്ലല്ലോ. എങ്ങനെയാണ് അങ്ങനെ ഒരാളെ അടിക്കും കൊല്ലും എന്നൊക്കെ പറയുന്നത്? എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് തന്നെ ഇവിടെ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്. സംതിങ് ഈസ് റോങ്. മനുഷ്യരിങ്ങനെ ഈ പൊതു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരാളെ വിളിക്കാൻ വേണ്ടി പുറകിൽ വന്നിട്ട് പിന്നെ എങ്ങനെയാണ് വിളിച്ചാൽ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? കത്തെഴുതാനൊന്നും പറ്റില്ലല്ലോ അവിടെ ഒന്ന്. അല്ലെങ്കിൽ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അണ്ണൻ ഫോൺ ചെയ്ത് ചോദിച്ചാലേ. ഇപ്പം അതിനുള്ള സാഹചര്യം പുള്ളിയുടെ നമ്പർ ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി വിളിച്ച് ഹലോ അണ്ണനാണ്, ആറാട്ടണ്ണനാണ് എന്ന് പറഞ്ഞേനെ. അത് പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല പുള്ളിക്ക്. എന്തായാലും അല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു അയാളൊരു ലോയറാണ്, നിയമം അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഈ മനുഷ്യരോട് എങ്ങനെയാണ് ഈ എന്താ പറയുക, നമ്മൾ ഈ അതിന് സിവിലൈസ്ഡ് ആകാന്നൊക്കെ പറയില്ല നമ്മൾ സിവിലൈസ്ഡ് ബിഹേവ് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുണ്ട്. മനുഷ്യരോട് ബിഹേവ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തോ മാസമാവുമെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. ഇതൊരു മാസമാണ്. പുള്ളി മറ്റേതൊന്നും പറഞ്ഞില്ല. ഇത് ഇവിടെ മറ്റേ പെൺകുട്ടികളെ പീഡിപ്പിച്ച് മറ്റേ ഒരുത്തൻ ജയിലിൽ പോകുന്നു, പുറത്ത് വരുന്നു, അവനെ കയ്യിൽ നടപ്പുണ്ട് കേട്ടോ. അവനെ കയ്യിൽ നടപ്പുണ്ട്. കുറേ പേരാണെങ്കിൽ കുറേ പേർക്ക് ഇതിലൂടെ കേസെടുത്തിട്ടുണ്ട് മലയാള സിനിമയ്ക്കകത്തെ. ഒരക്ഷരം ഖമാന്നൊരു അക്ഷരം മിണ്ടി കൊടുത്തിട്ടില്ല സാർ. മനസ്സിലായില്ലേ? പിന്നെ അതാ ഉറപ്പല്ലേ. സിനിമയും ഈ അണ്ണനെയൊക്കെ ഇത് പറയാൻ പറ്റുള്ളൂ എന്ന്. ഈ പറ്റുന്നിടത്ത് ഈ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. ഈ മാസമാണ് മറ്റേതാണെന്നൊക്കെ പറയുന്ന സാധനത്തിനകത്തുള്ള കുഴപ്പം ഇതാ. ഇങ്ങനെ ഈ ചാഞ്ഞ് കിടക്കുന്നിടത്തോട്ട് ഓടിക്കയറുക എന്ന് പറയുന്നിടത്ത് ഒരു കലാപരിപാടിയാണ് സാബു അവതരിപ്പിച്ചത്. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു പ്രസക്തി ഇതിന് ഇല്ല എന്നുള്ള അതിൻ്റെ ഒരു വാസ്തവം. അങ്ങനെ എനിക്ക് തോന്നുന്നു. മൈക്ക് കൈമാറുന്നു ലൂക്കിന്. ഇതിനകത്തെ നീ പറഞ്ഞ പോലെ ഒരു മിസ്ബിഹേവിയർ അല്ലെങ്കിൽ എന്താ പറയുക, ഒരാളുടെ തോളത്ത് കിട്ടുന്നതിനകത്ത് യാതൊരുവിധ ഹ്യൂമിലിയേഷനും ഇല്ല. അത് വളരെ നോർമലാണ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെ. നേരത്തെ അപർണ ബാലമുരളിയുടെ കേസിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സാവുമോ പറയുന്ന അനുസരിച്ചിട്ട് ഈ നന്ദു എന്ന് പറയുന്ന ആൾ ആരാ? അയാൾ ആരാ? അയാളുടെ തോളത്ത് തട്ടാൻ പാടില്ലാത്ത ഒരു ജീവി. അത് അങ്ങനെ എങ്ങാനും നന്ദു ചെയ്തിരുന്നെങ്കിൽ അതോടെ തീരുമാനമായനെ. ഇല്ല, ഞാൻ പറയുക, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. അങ്ങനെ ആരും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്ത ആരോട് ചെയ്താൽ എന്താ? അപ്പോഴാണ് മാനസിക നില തെറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പണി ചെയ്യുമ്പോൾ ഇതിനകത്ത് ആർക്കാണ് മാനസികം എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നന്ദു ആരാന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. സിനിമാടന്മാരെയൊക്കെ അങ്ങേറ്റത്ത് കൊണ്ട് വെക്കേണ്ട ഒരാവശ്യവും ഒരു സാധാരണക്കാരനും ഇവിടെ ഇല്ല. പുറത്ത് കണ്ടാൽ ചിലപ്പോൾ മിണ്ടും, ചിലപ്പോൾ അവരോട് പെർമിഷൻ ചോദിച്ച് സെൽഫി എടുക്കാം,
ഇപ്പോൾ ആറാട്ടണ്ണ തിരക്ക് തന്നെ, അവിടെ ഭയങ്കര തിരക്കാണ്, ലൗഡാണ്, അവിടെ വിളിച്ചാലൊന്നും കേൾക്കത്തൊന്നുമില്ല. പുള്ളി പുറകിൽ ചെന്ന് വളരെ മാന്യമായിട്ടും തട്ടി വിളിച്ചിട്ട് ഇങ്ങനെയെന്ന് പുള്ളിക്ക് ക്ഷയിക്കാൻ കൊടുക്കണം. അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളൊരു മനുഷ്യൻ. ഇവരൊക്കെ പിന്നെ എന്തിന് ഈ സെലിബ്രിറ്റി ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊന്ന് ഫേമസ് ആയി പോയാൽ ഇതിനകത്ത് ഇത് എക്സ്പെക്റ്റഡ് ആണ്. അതറിയാതൊന്നും ആരും പുറത്തോട്ട് ഇറങ്ങത്തൊന്നുമില്ല. പിന്നെ ചിലർക്ക്, വളരെ കുറച്ച് പേർക്ക് ഇത് ഭയങ്കര അഹങ്കാരമോ അല്ലാണ്ട് ഭയങ്കര സ്പെഷ്യലാണെന്നോ ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നുന്നവർ മാത്രമേ പൊതുസ്ഥലത്തോ അല്ലെ വേറൊരാൾ എന്തെങ്കിലുമൊക്കെ എന്നെ ഇപ്പോൾ തെറി വിളിച്ചാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതെ, നന്ദു ആ തെറ്റ് ചെയ്തേക്കുന്നത്. കാരണം അത്രേ ഉള്ളൂ, അല്ലാതെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. അയാളെ നോക്കി പുച്ഛിക്കേണ്ട ഒരു ആവശ്യവും ഇവനില്ല. അല്ല, അവൻ ആരാന്ന് എനിക്കറിയത്തില്ല ഒന്നാമത്തെ കാര്യം. ഇവനൊക്കെ ആരാ, മനസ്സിലായില്ലേ? ഇവിടെ ഉള്ളവരെല്ലാം ഒരുപോലെയൊക്കെ തന്നെ ഉള്ളൂ. നന്ദു ആരാ? അയാളെ ഒന്ന് തട്ടി വിളിച്ചാൽ എന്താ, അവനെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണമെന്ന് പറയാൻ അങ്ങനെ നടക്കത്തില്ല. അത് സംഭവിക്കുന്ന കാര്യമേ അല്ല. പിന്നെ നന്ദു അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഒരിച്ചിരി നീ ഏതാ പൊട്ടനാണോ, നീ എന്നോട് സംസാരിക്കാൻ നീ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ നോക്കാൻ നന്ദു ആരാണ് പിന്നെ എനിക്ക് അറിയത്തില്ല. ഇവനോടൊക്കെ ആർക്കാ സംസാരിക്കണ്ടേ? ആറാട്ടനല്ലാതെ വേറെ ഏതെങ്കിലും പട്ടി പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്നും ഇവനെ ഒന്നും കണ്ടാ തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അവന്റെ ഒരു ഭാഗ്യത്തിനാന്ന് അവനൊക്കെ വന്ന് സംസാരിച്ചെന്ന് തോന്നുന്നു. അണ്ണൻ ഒരു PhD ചെയ്യുന്ന അണ്ണൻ. അതെ, ഒരു PhD ചെയ്യുന്ന ഒരു മനുഷ്യൻ വന്ന് ഹായ് ഹലോ പറയാൻ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഒരു എന്താ പറയുക, ക്രെഡിറ്റ് ആയിട്ട് എടുക്കണം. വേറെ ആരും മൈൻഡ് ചെയ്യൂരൊക്കെ. ഞാനാണ് ഈ പറയുന്ന നന്ദുവിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടെന്ന് വിചാരിക്കാം. ഇവനെ തിരിഞ്ഞു നോക്കാൻ പോയിട്ട് ആ വഴിക്കിപ്പം ഉള്ളതായിട്ട് പോലും അവന്റെ മുഖത്തോട്ട് പോലും നോക്കില്ല അവനെ. അതിപ്പോ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അമിതാഭ് ഏതവനാണേലും മൈൻഡ് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. അയാളെ തട്ടി വിളിക്കാൻ അവിടെ ആറാട്ടനൊക്കെ ഉള്ളാർന്നെന്ന് തോന്നുന്നു. ബാക്കി ആരും തട്ടിയില്ലല്ലോ, ആരും മൈൻഡ് ചെയ്ത് പോലും ഇല്ല. അപ്പോൾ ഉടനെ ഒരുത്തം വന്ന് തട്ടിയപ്പോഴത്തേക്കിനും അങ്ങ് ജാട കാണിക്കാൻ നിൽക്കുക. വേറെ എവിടെ കാണിക്കാൻ അവസരം ഇല്ലാത്തതുകൊണ്ടാണോ എന്തോന്ന് എനിക്കറിയത്തില്ല. വേറൊരു കാര്യമുണ്ട്, എനിക്ക് നന്ദു അഭിനയിച്ച ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഞാൻ അങ്ങനെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് ഇയാൾ നന്നായിട്ട് അഭിനയിച്ചു എന്നൊന്നും തോന്നി ഒരു കഥാപാത്രം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ എങ്ങനെയാ ഒരു നടനോടൊക്കെ അങ്ങനെ ഒരു താല്പര്യം വരിക? ആ നടൻ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലാണല്ലോ നമുക്കൊരു നടനോട് ഒരു താല്പര്യം തോന്നുക, അല്ലേ? ഇപ്പോൾ ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ഡാൻസറോ അല്ലെങ്കിൽ ഒരു മജീഷ്യനോ മുതുകാടോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് നടത്തുന്ന ഒരാൾ നമ്മൾ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നണം നമുക്ക്. അപ്പോഴാണ് നമുക്ക് ചിലപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇയാളാണല്ലോ ചെയ്തത്, അപ്പോൾ ഇയാളോടൊന്ന് വേണമെങ്കിൽ ഒരു ഹലോ പറയാം, മനസ്സിലാട്ടോ? അങ്ങനെ ഒരു പെർഫോമൻസ് ഒക്കെ നടത്തിയ ഒരാളോട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. നന്ദു എന്ത് നടത്തിയെന്ന് ഈ പറയുന്നത്? ആരീ നന്ദു? അവൻ ആരുടെ കുറ്റി അടിക്കുന്ന ആറാട്ടെണ്ണൻ അത്രയും പോലും എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് നന്ദുവിനോട് താല്പര്യം ഉണ്ടെന്ന്. മനസ്സിലായോ? നന്ദുവിനെ അറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും നന്ദുവിനെ ചിലപ്പോൾ പുതിയ പിള്ളേരൊക്കെ അറിഞ്ഞത്. ന്യൂ ജനറേഷൻ പിള്ളേർ നന്ദുവിനെ അറിഞ്ഞ അന്നായിരിക്കും. ആറാട്ടെണ്ണം ചെന്നപ്പോൾ തൊട്ടിട്ട് മിണ്ടാതെ പോയിരുത്തൻ അവൻ ഏതാണെന്ന് ചോദിച്ചു കാണും. അപ്പോഴാ സാബുമോൻ ഇരുന്ന് പറയുക നന്ദു കർണടിച്ചു പൊട്ടിച്ചേരെന്ന്. എന്നാ കാണാതെ നന്ദുവിന്റെ കരിയറിൽ ഇതുപോലൊരു സംഭവം നടക്കത്തില്ല. നന്ദു ഏറിന്ന് ഇറങ്ങത്തില്ല, ഈ തൂറി എറിയും നന്ദുവേ. അതൊന്നുമില്ല. പിന്നെ ഈ നന്ദുവിന്റെ ഒക്കെ സിനിമകളെന്ന് പറഞ്ഞാൽ കൂടുതലും ഈ മോഹൻലാലിന്റെ പടത്തിലൊക്കെ ചെന്ന് സൈഡിൽ നിൽക്കുക, അവിടെയൊക്കെ ചെന്ന് ഈ സൈഡിൽ നിൽക്കുന്ന ഒരാള് എങ്ങനെയും ആയിക്കോട്ടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവന്റെ അഭിനയവും പരിപാടിയൊക്കെ കണ്ടിട്ട് എന്തിനു കൊള്ളാം, പറഞ്ഞൊരു പടവും അത്രയൊക്കെ ഉള്ളൂ. വലിയ സംഭവം നോക്കാനൊന്നുള്ള പടമൊന്നും ഇല്ലാന്ന്. നന്ദുവിന്റെ ഒരു സിനിമ എനിക്ക് ഓർമ്മയിലിടൂ, ആർക്കറിയാം ഇവനൊക്കെ ഏതാന്ന്. ഇനിയിപ്പോൾ ഇതൊരു മമ്മൂട്ടിയോ മോഹൻലാലോ ആരും ആയിക്കോട്ടെ, ഇവനൊക്കെ അതുവഴി പോയാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഉള്ള കാര്യം പറയാം. കണ്ടാൽ മനസ്സിലാവും, കുറേ ആൾ കൂടുമ്പോൾ ഇതെന്തോ ആൾക്കൂട്ടം നോക്കുമ്പോൾ നടുക്കൊരു മൊണ്ണ, അത്രേ ഉള്ളൂ. അല്ല ഇതിൽ കൂടുതൽ ഇവനെയൊക്കെ കാണുമ്പോൾ അയ്യോ എന്ന് വെച്ച് ഇന്നേ വരെ പോയിട്ടില്ല. പിന്നെ താല്പര്യമുള്ള ആൾക്കാരെ കണ്ടാൽ നമ്മൾ ചെന്ന് ചിലപ്പോൾ അവരോട് ഹായ് പറയാൻ തോന്നിയാൽ അത് അങ്ങനെയുള്ളവരോട് മാത്രം. സിനിമാടന്മാരാണോന്നൊരു നിർബന്ധമില്ല. എനിക്ക് അങ്ങനത്തെ ആൾക്കാരോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയും കൂടിയുണ്ട്. സിനിമാ നടന്മാരായതുകൊണ്ട് ഇനിയിപ്പം മിണ്ടില്ല എന്നുമില്ല. നമുക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സംസാരിച്ചൊന്നും നടനായാലും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതെ, അവരോടൊക്കെ നമ്മൾ മിണ്ടാറുണ്ട്, മനസ്സിലായ സംവിധായകന്മാരുണ്ട്, അങ്ങനെ അവരോടൊക്കെ ഞാൻ മിണ്ടും.
അത് അങ്ങനെ, അത് നമുക്ക് താല്പര്യമുള്ള ആളുകൾ എന്നുള്ളതാണ്. അതിപ്പോൾ സിനിമയാണോ അതോ ഇനി ഡോക്ടറാണോ സയന്റിസ്റ്റ് ആണോ അതോ ഇനി പോലീസാണോ നോക്കിയിട്ടല്ല. പോലീസുകാരോട് ഇപ്പോൾ എല്ലാവർക്കും അങ്ങ് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരോടും വലിയ താല്പര്യമില്ല. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പോലീസുകാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരോട് ഇങ്ങനെ തോന്നുമോ? ഏത് അത് പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് കൾച്ചർഡ് ബിഹേവിയർ തന്നെയാണ്. അതിനകത്തൊരു ഒരു തരത്തിലുള്ള തെറ്റും സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ ഇങ്ങനെ തല്ലാനും കൊല്ലാനും. പിന്നെ വേറൊരു കാര്യം, ഈ എന്താ എൻ്റെ പേര് നവ്യയോ നിത്യമേനോൻ. ഈ നിത്യമേനോൻ്റെ പ്രശ്നം പറയുമ്പോൾ ആറാട്ടനെ പറ്റി പൊതുവെ എല്ലാവരും പറയും അടിച്ചിറക്കുന്ന ആറാട്ടൻ ഭയങ്കര സ്റ്റോക്കിംഗ് ആണെന്നും അവളുടെ പുറകെ നടക്കുവാന്നും മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആറാട്ടണം നടന്നുകൊണ്ടല്ലേ? അതേസമയം അവളോട് എന്ന് വേറെ ആരെങ്കിലും ആണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ദുൽഖറിനെ അങ്ങ് വെക്കാം. അത് അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇല്ലാത്തൊരു പ്രശ്നം മാത്രം ആറാട്ടനായതുകൊണ്ടുണ്ട്. അവർക്ക് നോ ശരിയാണ്, അവർ പറഞ്ഞൊക്കെ ശരിയാണ്. ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഇവരുടെ ഒരു റിക്വയർമെന്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ റിക്വയർമെന്റ് അവർ ഡിമാൻഡ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ടാവും. അതെല്ലാം റീച്ച് ആകുന്നിടത്ത് ഇവരൊക്കെ സെയിം സാധനം. വേറൊരു കാര്യം ഞാൻ പറയാം. ഒരു സിനിമാ നടി, അവരൊരു സെലിബ്രിറ്റിയാണ്, അവരുടെ പലതരത്തിലുള്ള സിനിമകൾ വരും, അവർ ചിലപ്പോൾ പല രീതിയിൽ എക്സ്പോസ് ചെയ്ത് അഭിനയിക്കും, സെക്സ് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യും, പിന്നെ പല ഡയലോഗ് അടിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊരുത്തിന് ചിലപ്പോൾ പല ടൈപ്പ് വികാരം ഇവരെ കാണുമ്പോൾ ഉണ്ടാവും. അങ്ങനെ ഒരാൾ വന്നിട്ട് കടന്നു പിടിക്കുക, റേപ്പ് അറ്റംപ്റ്റ് നടത്തുക, ഇതിന് ഒരു ലിമിറ്റില്ല. അതിനപ്പുറം പോകുന്ന സമയത്ത് ശരിയാ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ആറാട്ടണ്ണൻ ചെയ്തത്, ആറാട്ടണ്ണൻ്റെ ഒരു പ്രായത്തിലുള്ള പക്വതയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ പുറകെ നടക്കും. ഇത് നിത്യമേനോന് മാത്രമുള്ള സംഭവമല്ല. ഇത് മഞ്ജു വാര്യർക്ക് ഉണ്ടായി കാണും, ഈ കാവ്യമാധവൻ ഉണ്ടായി കാണും, നവ്യ നായർക്ക് ഉണ്ടായി കാണും, ശോഭനയ്ക്ക് ഉണ്ടായി കാണും. ശോഭനയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ശോഭനയ്ക്ക് മറ്റേ വിനീത് ഒരു സിനിമയിൽ ഇങ്ങനെ നിത്യമേനോൻ കുറച്ചുകൂടി ഫേമസ് ആയി. നിത്യമേനോൻ ഇപ്പോഴും നാട്ടുകാർ അറിയുന്ന അല്ലേ? നിത്യമേനോൻ ഫീൽഡ് അല്ലേ? ഫീൽഡ് ഔട്ടാ. ആർക്കാ ഇവിടെ ഏതാ പടം ഉള്ളത്? ഇപ്പോഴും നിത്യമേനോൻ ഒരു വാക്ക് കേൾക്കണമെന്ന് ആറാട്ടം പറയണം. ഇപ്പൊ നടക്കുന്നത് ആറാട്ടനുള്ളതുകൊണ്ട്. പക്ഷെ ശോഭനയുടെ കേസ് അറിയാവോ? വിനീത് പണ്ട് മാനത്തെ വെള്ളിത്തേരിൽ പൂൻ കാണാൻ പോരുമോ, അത് ആറാട്ടണ്ണൻ്റെ വേറെ പ്രോ മാക്സ് വേർഷനാ. മനസ്സിലായോ? അതുപോലത്തെ ആളുകളുണ്ട്. പിന്നെ നിത്യമേനോൻ മാത്രമേ ആറാട്ടണ്ണനെ ഇന്നേ വരെ പേടിച്ച് കാണത്തുള്ളൂ. ഇത്രയും സിവിയറായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല അതിനെ. അത് കഴിഞ്ഞ് ആറാട്ടണ്ണൻ ഒരുപാട് പെൺസുഹൃത്തുക്കൾ എനിക്കറിയാം, ആരെയും വിളിച്ച് ശല്യം ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞവരോട് ക്രഷ് ഉണ്ടെന്ന് പറയുന്നു, ചിലർ നോ പറയുന്നു. നേരിട്ട് ഇന്റർവ്യൂവിന് പോയിരുന്നിട്ട് നോ കേട്ടിട്ട് നാണം കെട്ട് തിരിച്ചു വരുന്നു. ആറാട്ടണ്ണൻ അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ ആ സ്ഥലത്ത് ചെറിയതായിട്ട് കുറച്ച് പുറകെ നടക്കുകയും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രായത്തിൽ ഇതെല്ലാവർക്കും ഉണ്ടാവുമെന്നേ, എല്ലാ നടികൾക്കും ഉണ്ടാവും, നടന്മാർക്കും ഉണ്ടാവുമല്ലോ. പെണ്ണുങ്ങൾ എത്ര പേര് ഇതേ അവസരത്തിൽ എത്രയോ ഈ നടന്മാരുടെ പേരിൽ ഇപ്പോൾ വന്നേക്കുന്ന ഈ പറഞ്ഞ ഓരോ അലിഗേഷൻസ്, മറ്റേതെന്താ പറയുക, റേപ്പ് അറ്റംപ്റ്റ് എന്നും പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചെന്നും ഈ പറയുന്ന സംഭവം ഒക്കെ ഇവിടെ നടക്കുമ്പോൾ ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നടന്മാർ മെയിൻ ആൾക്കാർ കയറി ഇവിടെ കയറി പിടിച്ചു, അവരെ കയറി പിടിച്ചു സംഭവം നടക്കുന്നില്ല ഇവിടെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആറാട്ടണ്ണൻ എന്ത് പാവാ. അയാൾ കല്യാണം കഴിക്കാനാണ് ചോദിച്ചത്. മനസ്സിലായോ? പിന്നെ ഈ നടികളെ കൊണ്ട് എല്ലാ ആണുങ്ങളും, അതായത് ഒരുമാതിരിപ്പെട്ട ലിബിഡോ ഉള്ള ആൾക്കാർക്കൊക്കെ പലരോടും പലതരത്തിലുള്ള വികാരം തോന്നും. ചിലർക്ക് ചില അത് വേണം ഇത് വേണം, എത്ര രൂപ വേണേലും മുടക്കാൻ തയ്യാറായിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവർ കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്, അറിയുന്നുമുണ്ട്, അറ്റൻഡ് ചെയ്യുന്നവരും ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണേ. ഞാൻ മാത്രം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടൊന്നും എൻ്റെ നേരെയൊന്നും വന്നേ ചുമ്മാ. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ കേൾക്കുന്നത് ഇപ്പോഴും ഹേമ കമ്മിറ്റിയിലൊക്കെ ഇത് ഒരുപാട് കേട്ടതാ. അതുകൊണ്ട് അതില്ല. ചിലർ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങും, ചിലർ വഴങ്ങുന്നില്ല, ചിലർ ഉന്നത നിലയിലെത്തും, ചിലർ അടിഞ്ഞു പോകും. അത് സിനിമാ ഫീൽഡിൽ അങ്ങനെയാണ് എന്നൊരു പൊതുവായൊരു വെപ്പുണ്ട്. അതിൽ ചിലപ്പോൾ മാതാപിതാക്കൾ വരെ തയ്യാറാകുന്നു, കുട്ടികളുമായി വരുന്നു. എന്തെല്ലാം കഥകളാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട്
ഈ ആറാട്ടനെ മാത്രം ഇത്രയും ടാർഗറ്റ് ചെയ്ത് ഈ നിത്യമേനോൻ ഇത്രയും പരിപാടി കാണിച്ചത്? നിത്യമേനോൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് ഇവനെയാണോ? ഒന്നുമല്ല. അതും പോട്ടെ, ഈ സംഭവം എപ്പോഴാണ് ഈ നിത്യമേനോന്റെ കേസ് പൊങ്ങിയത്? ആറാട്ടെണ്ണം ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ. അതിന് മുമ്പൊന്നും ഇതൊന്നും ആർക്കും അറിയത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഇന്റർവ്യൂ, ബഹളം, മറ്റേത് മറിച്ച് അത് ഈ മീഡിയക്കാരോട് ഒപ്പിച്ചു കൊടുക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ച് ഒപ്പിച്ചെടുത്തതാ. ആറാട്ടെണ്ണം ഫേമസ് ആയില്ലായിരുന്നെങ്കിൽ ഏതോ ഒരുത്തൻ, മനസ്സിലായോ? അല്ല ഒന്നുമില്ല അല്ലേടോ? അതിൽ കൂടുതലൊരു സംഭവം ഇല്ല. ആറാട്ടെണ്ണം ഫേമസ് ആയില്ലെങ്കിൽ എന്താ, ഏതോ ഒരാൾ അയാളതൊഴി എന്തോ കാണിച്ചിട്ട് പോയി. നിത്യമേനോനും അത്രയേ ഉള്ളൂ. പക്ഷേ ഇതല്ല സംഭവിച്ചേക്കുന്നത്. ഇതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ ഇവരോടൊക്കെ എത്രയോ പേര് അറ്റൻഡ് ചെയ്ത് കാണും. അതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക പ്രശ്നം. പിന്നെ പോട്ടെ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് അഖിൽമാരാർ വന്നിട്ട് പലതും പറഞ്ഞു. അപ്പോൾ സാബുമോൻ വേറെന്തോ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, വെറുതെ ചുമ്മാ ഇരിക്കുന്നിടത്ത് ഒരു പാവപ്പെട്ടവനെ കിട്ടുമ്പോ അവത്തേലൊക്കെ പിടിച്ച് ഇത് പിടി. അതായത് ഈ സാബുമ വെച്ചങ്ങനെ കൂളിംഗ് ഗ്ലാസ് കണ്ടറിയാം, അത് മാസം വിത്ത് കൂളിംഗ് ഗ്ലാസ് ആണ് ഡയലോഗ്. വെറുതെ ഡയലോഗ് അല്ലോ അത്, മനസ്സിലുണ്ടോ? ഇന്നൊരു മാസ് ഡയലോഗ് ഇട്ടേക്കാം എന്നും പറഞ്ഞു വന്നാ. ഇതെടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. സാബുണ്ണ സൂപ്പറാന്ന് പറയുമായിരിക്കും കുറെ പേര്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണിത്. ഒരാൾക്ക് കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തിരിച്ച് എന്നെ പിടിച്ച് പ്രകടിപ്പിക്കുന്നു. അയാൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. അതെങ്കിലും അത്രയൊക്കെ ചെയ്യണ്ടേ? ഈ സിനിമയിലൊക്കെ പിന്നെ എന്തോ കാണിച്ചേ കൂട്ടുന്ന ഇമാര്. ഒരു പെണ്ണിന്റെ പുറകെ ഒരു കാമുകൻ നടന്ന് ഒരു പ്രപ്പോസലോട് തീരുകയാണോ ചെയ്യുന്നത്? ഇവിടെ കാതൽ കൊണ്ടേനൊക്കെ ഓടുന്നുണ്ട്. അതുമല്ല, മിക്ക സിനിമയിലും പുറകെ നടക്കുവാണ്. ഈ മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് ഈ ആറാട്ടണൻ. ജാം wherever I go I am there, wherever you go I am there എന്ന് പറയുന്ന സാധനമാണ് ആറാട്ടണൻ കാണിച്ചേക്കുന്നത്. അതൊക്കെ ഈ സിനിമയിലൊക്കെ ഭയങ്കര ഗ്ലോറിഫൈഡ് ആണ്. മോഹൻലാൽ കൈയടി, ബഹളം, ഇതുപോലെ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് അവസാനം വളഞ്ഞു കിട്ടുന്ന ഒരു പെണ്ണിനെയല്ലേ ഇവർ കണ്ടിരിക്കുന്നത്. ഈ സിനിമ കണ്ടു നടക്കുന്ന ഈ പൊട്ടന്മാരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ലേ? റിയാലിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ആദ്യത്തെ ദിവസം സിനിമ കാണാൻ പോകുന്ന മനുഷ്യർക്ക് ആർക്കെങ്കിലും? അതിനകത്തൊരാളാണ് ആറാട്ടണ്ണൻ. അയാൾക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടായത് പോലും ഇവിടുത്തെ സിനിമാക്കാർ കാരണമാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ കണ്ടു വളർന്നൊരു ചെറുക്കനാണെങ്കിൽ ചെയ്യത്തില്ല. മനസ്സിലായോ? ഈ പൊട്ടത്തരമൊക്കെ പലർക്കും പറ്റിയിട്ടുണ്ട്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറേ ആദ്യം വെറുക്കും, പിന്നെ ഇഷ്ടപ്പെടും, പിന്നെ സ്നേഹം തോന്നി. ഈ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ എപ്പോഴാ? ഇമ്മിണി നല്ലൊരാള് ഇപ്പൊ ജയസൂര്യയുടെ സിനിമ മസ്ത്, ഹിന്ദി, രാം ഗോപാൽ വർമ്മ. കാതൽ കൊണ്ടേൻ അങ്ങനെയല്ല, സെലിബ്രിറ്റിയോടല്ല. അല്ലല്ല, അത് വേറെ ടൈപ്പ് സൈക്കോയാ. ഇതെന്ന് വെച്ചാൽ സെലിബ്രിറ്റി ക്രഷ് കൂടിയിട്ട് ഒരു സിൻഡ്രം, ഈ സാധനം മൂത്തിട്ട് തട്ടിക്കൊണ്ടൊക്കെ പോയി കളയും. അതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചിലർ ആസിഡ് അറ്റാക്ക് നടത്തും, കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. മനസ്സിലായോ? സ്നേഹം കൂടിയിട്ടേ. പിന്നെ ഈ ആസിഡ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ സൗന്ദര്യം പോയല്ലോ. അപ്പം പിന്നെ ഇവളെ ആര് നോക്കും? അപ്പം ഞാൻ നോക്കും എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു മെൻറ്റാലിറ്റി വർക്ക് ചെയ്യും ഇവരുടെ ഇടയിൽ. പിന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്താ കാണിക്കുന്നതെന്നറിയോ? തട്ടിക്കൊണ്ട് പോയിട്ട് അങ്ങ് സ്നേഹിക്കും, അവളെ ഒന്നും ചെയ്യത്തില്ല, അവിടെ നോക്കിയിരിക്കുക. ആറാട്ടണ്ണത് പറയുന്നുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിക്കാനേ ആഗ്രഹിച്ചുള്ളൂ, ഒരിക്കലും സെക്ഷലി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, ട്രൂ ലവ് ആയിരുന്നു, പ്യുവർ ലവ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നോ ലസ്റ്റ്ലെസ് ലവ് എന്നൊക്കെ പറയും. അത് ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെയുള്ളവർ ഇങ്ങനെ പറയത്തുള്ളൂ, അവരുടെ ചിന്താഗതി ഇതാണ്. അത് ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നുണ്ട്. അതൊരു സൈക്കോളജിക്കൽ അല്ലെ സൈക്കാട്രിക് ഇഷ്യൂ തന്നെയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളുമാണ് ഈ ബാക്കി നടന്നേക്കുന്ന എല്ലാം. ഇവരെല്ലാം ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ ഫാൻറ്റസി വേൾഡ് ജീവിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഒരു വിക്ടിമിനെ, അല്ലെങ്കിൽ പോട്ടെ ഇയാൾ പറഞ്ഞ പോലെ ഇയാൾക്ക് മെൻ്റൽ ഡിസോർഡർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തിനാ? നിനക്ക് വേണോ? എന്നാ എനിക്ക് തന്നെ വിക്ടിം ഉണ്ടെന്ന് വിചാരിക്കുക. കുറച്ചു നേരം മാക്കിന് മാക്കിന് മൈക്ക് കൈമാറാൻ. മാക്ക് വിത്ത് മൈക്ക് ആൻഡ് മാക്ക്. ഇപ്പം തരാം. ബഹുമാനപ്പെട്ട അത് വേണ്ട അല്ലേ? അപ്പം ഞാൻ സാബുമോനിലോട്ട് വരാം. സാബുമോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അതെ, അതെന്തെന്നറിയാവോ? ഇയാള് നമ്മുടെ കേരളത്തിലുള്ള ഒരു ഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു ചിന്താഗതിയുണ്ട്. ഈ മാസ് കാണിക്കുന്നത് എപ്പോഴും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മോളിൽ കയറിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആണത്തെന്നൊക്കെ പറയത്തില്ല, പഴയ നമ്മുടെ
ആറാം തമ്പുരാനും നരസിംഹത്തെയൊക്കെ പോലെ അങ്ങനെ ആണത്വം കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാ. അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്ന പഴയ ബിഗ് ബോസ് തന്നെയാ. ബിഗ് ബോസ് എങ്ങനെയാ പുള്ളി ജയിച്ചത്? അഖിൽമാരാർ എങ്ങനെയാ ബിഗ് ബോസ് ജയിച്ചത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ സാബു മോനെ എങ്ങനെയാ ബിഗ് ബോസ് ജയിച്ചത്? ഇതേ സാധനമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരുടെ ചിന്താഗതി വെച്ചിട്ട് മാസ് കാണിക്കുക. അതാണ് മറ്റേ തുരത്തി അടിക്കുന്ന കുറേ സാധനം. ഇപ്പോഴും യൂട്യൂബിൽ മറ്റേ കിടൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടുള്ള ആ സാധനം കിട്ടും സാബു മോൻ്റെ. അതുപോലത്തെ ഒരു സാധനം പുള്ളി അണ്ണം ഇതിവിടെ വന്ന് പറഞ്ഞേക്കുന്നത് ഇൻ്റർവ്യൂക്കകത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വേറെ എന്തോ വലിയ കാര്യമായിട്ട് പറയുന്ന പോലെയാണ്. കിട്ടിയതാരെ ആറാട്ടണ്ണനെ ആർക്കും പറയാം. ചെണ്ട പൊട്ടുന്ന വഴി എന്താ വയലുള്ള ചെണ്ട പോലെയാണ്, എല്ലാവരും കൊട്ടിയിട്ട് പോകും. ആറാട്ടണ്ണൊന്നും പ്രതികരിച്ചാൽ ഇവിടെ മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. അന്ന് ആറാട്ടണ്ണ പറഞ്ഞാൽ മാസാവും ചെയ്യാം. അത്രേ ഈ കാണിച്ച് ഞങ്ങൾക്ക് കാണാനുള്ളൂ. പിന്നെ എന്തുവാ പറഞ്ഞ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നോ? അണ്ണൻ പൊട്ടിക്കാൻ വാ. ഇയാൾ ആരാ? ആറാട്ടണ്ണന് 50% ഹിയറിങ് ഇമ്പയർഡുള്ള ആളാ അല്ലേ? ഡിസബിലിറ്റി ഉള്ള ആളാ. പുള്ളിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ വികലാംഗനെ അടിച്ചു കഴിഞ്ഞാൽ ഇയാൾ ജയിലിൽ പോകത്തില്ലേ? അതാവോ? അല്ല, ഈ പറഞ്ഞാൽ തന്നെ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. ഇയാൾ ഈ പറഞ്ഞത് തന്നെ ഈ ഭീഷണിയാണ്. ആറാട്ടണ്ണനെതിരെ ഭീഷണി ഉയർത്തിയൊക്കെയാണ് സാബുമോൻ. കലാപാഹ്വാനം. സാബുമോൻ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുപോട്ടെ വീട്ടിൽ നിന്ന്. അതായത് ഒരു ലോ പഠിച്ച ഒരാൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഈ സമൂഹ മാധ്യമത്തിലൊക്കെ വന്നിരുന്നിട്ട് ഒരാളെ അങ്ങ് തല്ലണം കൊല്ലണം എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ എന്തീ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണ്ട. എന്താ ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവണ്ട. ഇവരെന്തോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണ്ട. ഇതൊരു പ്രത്യേക തരം ഇതെന്താണെന്ന് അറിയാമോ? ഇത് മറ്റേതാണ്. ഇത് മാസടിക്കുക, ഇങ്ങനെ വലിയ ആളായിട്ട് നിൽക്കുക, അണ്ണനായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ള ചേട്ടനാണ്. അത് ഭയങ്കര കഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാബു എനിക്ക് ഈ സാബു ഒരു രസമുള്ള മനുഷ്യനായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് മുമ്പൊക്കെ. പക്ഷെ പിന്നെ ഇങ്ങനെ മുൻപോട്ട് ഇങ്ങനെ കടന്നു കിടന്നിങ്ങനെ നമ്മളിങ്ങനെ പിന്നെ കണ്ടുവരുമ്പോഴേക്കും സാബു പിടിച്ചാലും വലുത് ആളയിലെന്ന് പറഞ്ഞ പോലെയാണ്. സാബു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൊക്കെ സാബു പോണത് എന്ന് പറഞ്ഞാലേ ഈ എല്ലാവരെയും പോലെ തന്നെ സാബു ഇങ്ങനെ കണ്ടന്റ് മേക്കറാണ് സാബു. മനസ്സിലാവുണ്ടോ? ഇത് വെറുതെ വന്നിരുന്ന് പറയുന്നൊന്നുമല്ല. ഇത് വെറുതെ വന്നിരുന്ന് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഈ പറയുന്ന സാധനം എങ്ങനെ പബ്ലിക്കിലോട്ട് പോകുമെന്നും ഇതുകൊണ്ട് എന്തായിരിക്കും ഇത് BGM ഒക്കെ ഇട്ട് വരും എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക. മനസ്സിലാവുണ്ടോ? പക്ഷെ അങ്ങനെ വർക്കായില്ലത്. മറ്റേതൊക്കെ അങ്ങനെ ഓടിയിട്ടുണ്ടാവും, ഇതങ്ങനെ ഓടില്ല. കാരണം എന്താ പറയുമോ, ഇയാൾ ഈ പറഞ്ഞ പോലെ ആരാണെന്നും ഈ മനുഷ്യൻ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇയാൾ ആരാന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തല്ലും എന്നൊക്കെ പറയുന്ന ഒരു മാനസികതയിലുള്ള ഒരു മനുഷ്യൻ, ഒരു ലോയർ, നിയമം കാത്തു സൂക്ഷിക്കേണ്ടവൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നവൻ ആരാണോ അവൻ സാവു അണ്ണൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അണ്ണൻ ആ ഒരു നിലപാടെടുത്തതിനോട് പൂർണ്ണമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് കേട്ടോ. രേഖപ്പെടുത്തുകയാണ്. എഴുതി ഒപ്പിട്ട് തരാം. അത് വളരെ മോശമായിപ്പോയി. ഇയാളിൽ നിന്നൊന്നും ഇങ്ങനത്തെ ഒരു സാധനമൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. ഭയങ്കര അതൊന്നും എനിക്കറിയില്ല. അറിവെന്തോരം ഉണ്ടെന്നൊക്കെ അതിനെക്കുറിച്ചൊന്നും. അതായത് ഞാൻ പറഞ്ഞുതരാം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇങ്ങനെയൊരു സംസാരം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡോക്ടറാണ് അയാൾ എന്ത് പറയുമെന്ന് ചോദിച്ചാൽ, ഇതൊരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെൻ്റ് ആണോ, കൗൺസിലിംഗ് ആണോ, അതോ അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പെഷ്യൽ കെയർ ആണോ, അതിൻ്റെ ഓരോ സിവിയറിറ്റി അനുസരിച്ച് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ലോയർ എന്ന നിലയ്ക്ക് സാവം പറയേണ്ടിയിരുന്നത്, ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരാളുടെ പുറകെ തട്ടിയാൽ അതിനകത്ത് കാര്യമില്ല. പക്ഷേ ഈ നിത്യമേനോൻ്റെ കേസിൽ പറയേണ്ടത്, അങ്ങനെ പോയാൽ അവർ കംപ്ലയിൻറ്റ് ചെയ്താൽ ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്താവും, ലീഗലി എങ്ങനെയാണ് ഇയാളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ളവരുടെ അപ്രോച്ച് ഉണ്ടായാൽ അവരെന്തൊക്കെ ചെയ്യണം, അവർ നിയമപരമായിട്ട് മൂവ് ചെയ്യേണ്ടത് എവിടെ, അവരാദ്യം വനിതാ സെല്ലിൽ വിളിക്കണം, പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരുടെ പേരൻസ് അല്ലെ അവരുടെ ഈ പറഞ്ഞ ലോ ആൻഡ് ഓർഡർ എങ്ങനെയാണോ ആ രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ആറാട്ടനെ പോലത്തെ ഒരാൾക്ക് ഇനി ഇങ്ങനെ സംഭവിച്ചാൽ ഒരു വാണിംഗ്, തനിക്കിത് സംഭവിക്കും, ഇനി ഇങ്ങനെ എങ്ങാനും കാണിച്ചാൽ ഇതേപോലത്തെ ഒരു കേസ് എനിക്കിതാ, അല്ലെ എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് പരിഹാരം തരാം, വിളിച്ചാൽ മതി, ഒരു അഡ്വൈസെങ്കിലും കൊടുക്കാം എന്ന് പറയുന്നതിന് പകരം ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാടമ്പി.
എൻ്റെ പെങ്ങളോടാണ് ഇത് ചെയ്തതിന് ഞാൻ അവനെ കൊന്നേനെ. ആരായിരിക്കും ഇത് എടുക്കുന്നത്? ഇവിടെ ഇനി പെങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരുത്തിന് ഇങ്ങനെ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ കൊല്ലാൻ പോയാൽ എന്ത് ചെയ്യും? അവൻ പോയി ജയിലിൽ കിടക്കും, ഒരുത്തൻ ചാവും, പെങ്ങളുടെ ജീവിതം സുഖമായി, പെങ്ങളൊരു 4 പേറും. അതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ഇതിൽ കൂടുതൽ എന്തുവാ അല്ലേ? വേറെന്ത് ചെയ്യാൻ പറ്റും? പോട്ടെ, അടിക്കുക എന്ന് പറയുന്നത്. അടിക്കുന്ന ആരെ അടിക്കുന്നു? എന്തിനടിക്കുന്നു? തോളത്തിട്ടേനോ? തോളത്തിട്ടേനോ അടി. പെങ്ങളെ ചെന്ന് ഇങ്ങനെ കാണിച്ച കൊല. ഇതിനകത്ത് 2 ശരിയായില്ല. കാരണം തോളത്തിട്ടുന്ന അത്ര ഒരു മിസ്കണ്ടക്ട് അല്ല. പബ്ലിക് പ്ലേസിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ പുറയം തട്ടും. അയാളോട് സംസാരിക്കാനാണ് പോയത്, അല്ല അയാളുടെ പോക്കറ്റ് അടിക്കാനല്ലല്ലോ പോയത്. അല്ല അയാളുടെ കുണ്ടിക്ക് പിടിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. ഗുട്ടച്ചും ബാട്ടച്ചും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മാനേഡ് ബിഹേവിയർ. ആരോടനെ അയാളെ കണ്ടു, ചോദിച്ചു, അപ്പോൾ ഉടനെ മറ്റേ സാധനം ഇളകി. ഏതോ മുന്തിയ ഒരുത്തനാണെന്നുള്ളൊരു തോന്നൽ. ആ മുന്തിയ തോന്നലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും സാബു വരേണ്ട ആവശ്യമില്ല, പാടില്ല. എന്തിന്? അതൊന്നും പറഞ്ഞില്ലല്ലോ, കുഴപ്പമില്ല. സാബു ഇത് പറയണമായിരുന്നു. ഏത് അങ്ങനെ ഒരാൾ വന്നിട്ട് പുറകിന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി അവഹേളിച്ച് അയാളെ അങ്ങനെ ഇഗ്നോർ ചെയ്ത് ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഹായ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ ഒരു ഷെയ്ഖാൻ്റെ കൊടുത്ത് വിട്ടാ മതി. ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളി അങ്ങ് പോകും. പുള്ളി ഇങ്ങനെ മാറി ഇങ്ങനെ ക്യാമറയുടെ അപ്പുറത്ത് വന്ന് നിൽക്കും. അത് കണ്ടിട്ടുണ്ടോ? അപ്പുറത്ത് ഇങ്ങനെ കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ കൈ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് അപ്പുറത്ത് വന്ന് നിൽക്കും. അപ്പോൾ വേറെ ആ ടീം ഷൂട്ട് ചെയ്യണത് കാണാം. പാവാണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ആറാട്ടനെ ഇപ്പൊ ഒത്തിരി പേർക്ക് അറിയാമല്ലോ. ഇവർ കണ്ടു, പലതും ഓൺലൈനിൽ കണ്ടു, ഇയാൾ കാണിക്കുന്ന പരിപാടികൾ കണ്ടു. ശരിയാണ്, ചില സമയത്തൊക്കെ ഇച്ചിരി കൺട്രോൾ വിട്ട് എന്തൊക്കെയോ പറയും, പിറ്റേ ദിവസം മാറ്റി പറയും, ഡിലീറ്റ് ചെയ്ത് കളയും, എന്നിട്ട് വേറെ എന്തൊക്കെയോ എക്സ്പ്ലനേഷൻ കൊടുക്കും, ന്യായീകരണങ്ങൾ വരും. ഇതെല്ലാം നടക്കുമ്പോൾ ഇന്നേ വരെ ഞാൻ ഒരിക്കലും എനിക്ക് ആറാട്ടനെ ഒരു സെലിബ്രിറ്റിയുടെ അടുത്തോട്ട് ചെന്ന് അനാവശ്യമായിട്ട് ഇടപെടുന്ന പോലെ തോന്നിയിട്ടേ ഇല്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എല്ലാവരുടെയും നമ്പർ എടുത്ത് വെച്ചിട്ട് പോലും ആവശ്യമില്ലാത്ത കോള് വിളിച്ചാൽ തന്നെ ആവശ്യമില്ലാതൊന്നും സംസാരിക്കത്തില്ല ഇയാൾ. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അനാർക്കലി മരക്കാർ എന്ത് ക്ലീനായിട്ടാണ് പറഞ്ഞത്. എന്നെ വിളിച്ചു വെച്ചു പോയി. അവരെ ചെന്ന് കാണുമ്പോൾ ഇവർക്കൊരു കോമഡി തന്നെയാണ് ആറാട്ടൻ. എന്തൊക്കെ പറഞ്ഞാലും കണ്ടിരിക്കുന്നവർ ഒരു കോമഡിയാണ്. പിന്നെ ഈ ആറാട്ടൻ ഈ കോമഡി കളിച്ചാൽ എന്താ? ഇവരുടെയൊക്കെ സിനിമയ്ക്ക് പ്രൊമോഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇയാൾ വഴി തന്നെയാണ്. ഇയാളുടെ അത്രയും ഒന്നും ക്ലിക്ക് ബേസ് ഒന്നും അല്ലെ, ഇത്രയും എന്താ പറയുക സെർച്ചോ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ ഈ വൈറലിനുള്ള സ്കോപ്പോ ഒന്നും പലർക്കും ഇല്ല. മനസ്സിലായോ? ആറാട്ടനോട് വിരോധം ആളുകൾക്ക് കുറവാണ്. പിന്നെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ വേറെ ടൈപ്പ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. ഒന്ന് ഒരു വെണ്ടയ്ക്ക അറിയാത്തവന്മാർ, പിന്നെ ഒന്ന് ഒരുതരം കുത്തിത്തിരിപ്പും ഈ പറഞ്ഞ പൊട്ടന്മാരുണ്ട്. ഊള പിള്ളേരെന്ന് പറയുന്ന പോലത്തെ സാധനങ്ങൾ. ആറാട്ടൻ്റെ വണ്ടിയെ ചെന്ന് സ്ക്രാച്ച് ചെയ്ത് വെച്ചവർ, ഇങ്ങനെയുള്ളവർക്കുള്ള വിരോധമാണ്. ഇവന്മാരൊരു 10 ഐഡിയും വെച്ചുകൊണ്ടിരുന്ന് തെറി വിളിക്കുന്നത് നമ്മൾ ഈ കാണുന്നത്. ഞാൻ ഇത്രയും ദിവസം ആറാട്ടൻ്റെ കൂടെ നടക്കുമ്പോഴെല്ലാം ഈ ലുലുമോളിലൊക്കെ കൊച്ചു പിള്ളേർ വരെ കൂടെ വന്ന് സെൽഫി എടുക്കും. എത്രയോ പേരാണ് വന്ന് സെൽഫി എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി ആറാട്ടനെ. ആറാട്ടനോട് ഒരു വിരോധം തോന്നിയിട്ടില്ല. പിന്നെ എത്ര വർഷമായി ആറാട്ടൻ ഇറങ്ങിയിട്ട്? 3 വർഷമായോ? 3 അല്ല, 4 വർഷം ഉണ്ടായി. ഈ 4 വർഷമായിട്ട് ഏറിയെന്നിറങ്ങാതെ എന്നും ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആറാട്ടെണ്ണം മാത്രമേ ഉള്ളൂ. വേറെ ഒരു വൈറൽ താരത്തിനും ഇത്രയും ഡിമാൻഡില്ല. ആറാട്ടനോട് ചോദിച്ചാൽ അറിയാന്നേ, കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാന്നേ. ഇത് അത് ആ ആറാട്ടനല്ലേ ഇരിക്കുന്നതെന്ന്. ആറാട്ടന് നിഷ്കളങ്കതയുണ്ട്. കൊച്ചുങ്ങൾക്ക് അതാ ഇഷ്ടപ്പെടുന്നത്. ഈ കളവും കാവട്ടിയൊന്നും ഇല്ല. പിന്നെ പറയുന്ന മണ്ടത്തരങ്ങളുണ്ട്, ശരിയാണ്. അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ മണ്ടത്തരമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പുള്ളി അങ്ങ് പക്ക ഭയങ്കര ഉഗ്ര സാധനമൊന്നുമല്ല, കുഴപ്പമുള്ള ആളാണ്. അതൊക്കെ അതിൻ്റെ വേറെ കുഴപ്പങ്ങൾ വേറെയാ, മനസ്സിലായോ? അല്ലാതെ ഇതൊന്നും അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഇയാളുടെ താല്പര്യം ഭയങ്കര സന്തോഷം കിട്ടുന്നു. ഇത് കാണുമ്പോൾ ഇവർക്കൊന്ന് സന്തോഷിപ്പിച്ച് വിട്ടാൽ എന്താന്ന് ഇയാളെ. ഇപ്പോൾ വിനയ് ഫോർട്ടൊക്കെ വരുമ്പോൾ കാണിക്കുന്നത് കണ്ടില്ലേ, ഇവരൊരു ഡാൻസ് വരെ കളിക്കും. വിനയ് ഫോർട്ട് കൂളായിട്ട് ആ പെരേരയുടെ ഡാൻസ് കളിച്ച് അത് അതിൻ്റെ വേറൊരു രീതി. എത്രയോ പേര് ഇവരെ കണ്ട് കൈ കൊടുത്ത് പോകുന്നു. അന്തു ആരാ? അല്ല എനിക്കതാ മനസ്സിലായി. ഇവൻ ഏതാ ഇവൻ? ഇവൻ ആരാ? ഇവൻ ഏതാ ഇവൻ? ഇടയ്ക്കൊന്ന് ഫില്ല് ചെയ്തോ, പഴയ സാധനമുണ്ട്. ഇവൻ ഏതാ ഇവൻ? അതേതാ പഴയ ഏതോ ഒരു അച്ഛന്മാരാ. അയ്യോ എന്തുപാട് ഇതൊക്കെ. ഇവനൊക്കെ ആരാന്ന് ഇവൻ്റെയൊക്കെ വിചാരം? മാത്രമല്ല ഒരു സിനിമാ നടനും സിനിമ ഇൻഡസ്ട്രിയും പൊക്കിക്കൊണ്ട് പോയിട്ട് ഇവിടെ ഒന്നും കിട്ടാനൊന്നുമില്ല. ഉള്ള കാര്യം പറയാം. വല്ല കർഷകരോ
വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രീസോ ഒക്കെ ആണെങ്കിൽ മനുഷ്യന് ഗുണമുള്ള സാധനങ്ങളാണ്. ഈ ഡോക്ടറോ ആശുപത്രിയോ ഒക്കെ നമുക്ക് എന്തും ആവാം. പക്ഷേ ഈ മനുഷ്യന്മാർ ഇവിടെ ഇല്ലാണ്ടായെന്ന് വെച്ച് മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായി? സിനിമ നടന്നിൽ കുറേ കാശ് വരുന്നത് വേസ്റ്റാണ്. അല്ലെങ്കിൽ അവിടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. ഡയറക്റ്റ്ലി ഭയങ്കര ഇവർ കുറേ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ അടിമകളെ സൃഷ്ടിക്കാൻ ഇവർക്ക് പറ്റും, പണിക്കാരെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇവർ ചെയ്തേക്കുന്നത്. അല്ലേ ശ്രദ്ധിച്ച് നോക്കൂ. ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞവനും ഇതിനകത്തെ വലിയ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞവന്മാരും കോടികൾ ഉണ്ടാക്കിയിട്ട് ബാക്കി ആ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ എണ്ണവും ഇപ്പോഴും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പാവപ്പെട്ടവരാ. മെജോറിറ്റി ക്രൂ നോക്ക്, ഈ സിനിമാ പ്രവർത്തനം നടക്കുന്നവനൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. ആകെ ഒരു സൂപ്പർ സ്റ്റാറിന് മാത്രം ക്യാരവാനും കൊടയൊക്കെ പിടിപ്പിച്ചുകൊണ്ട് അവന് 10-12 വണ്ടിയും ഒരു 50 വീടും ഏക്കർ കണക്കിന് സ്ഥലവും കോടികളുടെ ആസ്തി ഉണ്ടാക്കി വെച്ചേക്കുക. ഇതാണോടെ? ഇത് എന്തോ ഇത് ഇപ്പോഴും ഈ 6-7 പാട്ടൊക്കെ ഉള്ള സിനിമ തന്നെയല്ലേ ഇപ്പോഴും ഇവിടെ ഉള്ളത്. 5 പാട്ടൊക്കെ ഉണ്ടാവും ഒരു സിനിമയില്. ഇവരുടെ സിനിമ ഇപ്പോഴും അല്ല, ഇവരുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മറ്റേ ട്രാക്ക് തന്നെയാണ്. ഒറ്റ സാധനമാണ് പാട്ട്, ഡാൻസ്, സെന്റിമെന്റ്സ്, അടി. പാട്ടാണ് മെയിൻസ്. തങ്കച്ചി പാസം, അമ്മ പാസം, അപ്പ പാസം, ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെ എനിക്ക് അറിയില്ല. ഇവരെങ്ങനെ ഇപ്പൊ അതൊക്കെ ഉണ്ട്, കുറെ എണ്ണം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതേ ഇവർ ചെയ്തിട്ടുള്ളൂ. ഇവർ സിനിമയും നശിപ്പിച്ചു, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അവിടെയും നശിപ്പിച്ചു. എന്തിനധികം പറയുന്നേ, ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട ആക്ടേഴ്സ് അവർക്ക് വയ്യാണ്ടായ ഒറ്റൊരുത്തും തിരിഞ്ഞു നോക്കുന്ന സ്ഥലമാണ് ഇത്. എന്നിട്ട് ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, TP മാധവനെ നോക്കിയില്ല, ഇടിരായപ്പനെ നോക്കിയില്ല, കണ്ണമാലിയെ നോക്കിയില്ല, കൽപ്പനയെ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇവരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ വേറെ ആരെയും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഇതിനു മുമ്പ് മരിച്ചവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇവന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഇവൻ ചത്ത്, ഇവനൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ചത്ത് ഇവൻ മറ്റോ വന്നിട്ട് എന്നാലും അയാളാരും തിരിഞ്ഞു നോക്കിയില്ല. ഇതല്ലേ ഇവർ പറയുന്നേ. ഇവന്മാർക്ക് എന്തോ ഇത്ര വലിയ മഹത്തായ എന്തോ കോപ്പ ഇവന്മാർ കാണിച്ചേക്കുന്നത്. മേരി കണ്ണമാലി മോളി അത് 6 എത്ര കൊടുത്തെന്ന് നമ്മൾ പറയണ്ട. 6 അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കുന്ന ആളാണ്. അയാളത് വിളിച്ച് പറയത്തുമില്ല, ഒന്നുമില്ലടോ. ഇയാൾ വിളിച്ചു പറയത്തുമില്ല. മറ്റവർക്ക് പബ്ലിസിറ്റി, സിനിമയുടെ പ്രൊമോഷൻ. അയാൾ സുഖമൊന്നും കണ്ടെത്തുന്നില്ലടോ. അയാളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോ അയ്യോ കഷ്ടം. ഇതാണ് അവസ്ഥ. എമ്പതിയൊക്കെ ഉണ്ട് പുള്ളിക്ക്, മനസ്സിലായോ? മറ്റവര് മാർക്കറ്റിങ്ങും അവരുടെ പബ്ലിസിറ്റിയും അവരുടെ ഗുഡ് വില്ലും അല്ല ഈ പറഞ്ഞ പോലെ സൽപ്പേര് 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ വലിയ വീഡിയോ ആക്കിയിട്ട് കൊടുക്കത്തുള്ളൂ. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് 5 ലക്ഷം രൂപയുടെ പബ്ലിസിറ്റി കൊടുക്കും. എല്ലായിടത്തും ചെന്ന് ഇറങ്ങി അങ്ങ് നിൽക്കും, ഞാനാ കൊടുത്തതെന്ന്. കൊടുത്ത മാത്രം പോരാ, കൊടുത്തവന് കടപ്പാടും വേണം. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ട് നമ്മുടെ ആൾക്കാർക്ക്. കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടണം, റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അവനത് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കും, നോക്കി എവിടെ വെച്ച് കണ്ടാലും നോക്കൂടോ. അങ്ങനത്തെ പറയന്മാരെല്ലാം അയ്യോ ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യരുത്. ലോകത്താരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആൾക്കാർ ചെയ്യുമെന്ന്. അതാ നല്ലത്. ഇവനൊക്കെ അതുകൂടെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും. ഇവന്മാർ തന്നെ ഈ കോടിയുടെ ഒരു 100 കോടി ആസ്തിയുള്ള ഒരാള് 2-3 ലക്ഷം രൂപ കൊടുത്തിട്ട് അതായത് എത്ര പെർസെന്റേജ് വരുന്നുണ്ട്. ഇവിടെ യൂണിഫോം ഇട്ട് വന്നെന്തിനാ? ഈ കോടികൾ കൊടുക്കാൻ വന്നപ്പോ യൂണിഫോം ഇട്ട് വന്നില്ലേ? അതെ അതെ അതെ. ഫൗണ്ടർ മാനേജർ MD. എന്റെ അഭിപ്രായത്തില് മലയാള സിനിമയിൽ എന്റെ അഭിപ്രായത്തിൽ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറയാം, സത്യസന്ധമായിട്ട് പറയാം, മലയാള സിനിമയിൽ ഒരൊറ്റ ആളേ ഉള്ളൂ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ. അത് ശാന്തിയുള്ള ദിനേശനാണ്. ശാന്തിവിള. പക്ഷെ എനിക്ക് അത്ര ഇയാൾ സിനിമാ സംവിധായകൻ എന്നൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ ഏതോ അമ്മാവൻ വ്ളോഗർ ആയിരിക്കും. മൊത്തം പരദൂഷണം. ചുമ്മാ അവരെ പറ്റി ഓരോന്ന് അനാവശ്യങ്ങളാ പറയുന്നത്. തന്തേക്കാൾ മോശം, അഴുക്കച്ചെറുക്കൻ. ഇവനൊക്കെ അപ്പൊ 6 മോനാ. ഇവനും പറഞ്ഞു ഇവനെ അടിക്കണമെന്നൊക്കെ. പാണ്ടിവിള
മാണക്കുറ്റി. അയാളത് പറയുന്നതിൽ എനിക്ക് പരാതി ഇല്ല ആക്ച്വലി. അയാളത് പറഞ്ഞോട്ടെ, ശാന്തിവിള ദിനേശ് അത് പറഞ്ഞോട്ടെ. പക്ഷെ സാബു ഇത് പറയുന്നത് എനിക്ക് എടുക്കാൻ പറ്റണില്ല. എനിക്കത് എങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. സാബു എന്ത് ഉദ്ദേശത്തിലും അത് പറഞ്ഞത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ സാബു എന്ന് പറഞ്ഞ ആള് തല്ലോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. സാബു ശരിക്കും അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ആറാട്ടെണ്ണം ചെന്ന് ഇപ്പൊ സാബുവിനെ ചെന്ന് പുറകിന്ന് വിളിച്ചത് സാബുവിനെ സാബു ആറാട്ടെണ്ണം തല്ലു. അങ്ങനെ തന്നെ പുള്ളി പേഴ്സണലി കണ്ടു കഴിഞ്ഞാൽ വളരെ നീറ്റാടോ. അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് അങ്ങനെ അറിയാവുന്ന, ഞാനതില്ലേ പറഞ്ഞത്. ഞാൻ ഈ സാധനം കണ്ടിട്ട് അതിശയിച്ചു പോയി. കാരണം എനിക്കറിയാം, ഞാനിപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ എടുത്തതിൻ്റെ കാരണം സാബു ആയതുകൊണ്ടൊന്നും അല്ല. ഈ പരിപാടി മൊത്തത്തിൽ ഈ പറഞ്ഞ കാര്യത്തിന് കുറച്ച് കുഴപ്പമുണ്ട്. അതിവിടുത്തെ ചില ഊച്ചാളികൾ ചെയ്യും. ഈ ആറാട്ടെണ്ണം 1-2 അടിയൊക്കെ കിട്ടി, ഇനി ചിലപ്പോൾ ഇതിന്റെ ബേസിൽ ഒരു അടി കിട്ടാൻ സാധ്യത ഉണ്ട്. മനസ്സിലായി? ഇതൊരു ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. മനസ്സിലായി? അതെ അതെ അതെ. അത്രയും ആൾക്കാർക്ക് സാബുവിനെ ഒന്നാമത് കാര്യമായിട്ട് കാണുന്നവരുണ്ട്. അല്ലേ? സാബു ഒരു ഹീറോ ആയിട്ട് വെച്ചോണ്ടിരിക്കുന്നു. ആണോ? ആ ബിഗ് ബോസ് വിന്നർ എന്നൊക്കെ പറയുമ്പോൾ അതുപോലത്തെ പിള്ളേരെല്ലാം വന്ന് ആറാട്ടെണ്ണം അടിക്കുമെന്നൊക്കെ ഉള്ള കാര്യമാണ് സംശയം. അല്ല, ഇതുപോലുള്ള ഇൻസിഡന്റ് അവർ നേരി കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ആക്ഷൻ അടിക്കുക എന്നുള്ളതായിരിക്കും. എനിക്കിപ്പോ പേടിയതല്ല, ആറാട്ടെണ്ണം തൊട്ടവരുടെ എല്ലാം ഗതി അതോ ഗതിയാ. സാബു മോനെ കണ്ടറിയാം. എന്നെ സാബുമോനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതല്ല ഞാൻ പറയുക, ആറാട്ടെണ്ണ ഇതിനു മുമ്പ് പിടിച്ചവർക്കെല്ലാം നല്ല പണിയാ കിട്ടിയേക്കുന്നത്. പലരും പെട്ടിട്ടുണ്ട്. ഫേമസ് ആയവര് പെട്ടപ്പോഴേ നമ്മൾ അറിഞ്ഞുള്ളൂ. ആറാട്ടെണ്ണനെ തല്ലിയ ആ ചെറുക്കം പിടിച്ച് അടിച്ചല്ലോ ഇവിടെ ലുലുവിൻ്റെ അവിടെ വെച്ച്. അന്നേ ഞാനത് പറഞ്ഞ, ഈ അണ്ണനെ ഒന്നും പറയാനൊന്നും കൊള്ളൊന്നുമില്ല. ഇയാൾ സന്തോഷ് വർക്കി ആയിരുന്നപ്പോഴേ ഇങ്ങനെയാ. ഇയാൾ ഇപ്പോഴല്ലേ ആറാട്ടെണ്ണനായത്. സന്തോഷ് വർക്കി ആയിരുന്നപ്പോഴേ ഈ എടപ്പള്ളി മുതൽ ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളമശ്ശേരി അങ്ങോട്ട് പോയി ആലുവ വരെയൊക്കെയുള്ള എല്ലാവർക്കും അറിയാം. ആറാട്ടെണ്ണ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷ് വർക്കിനെ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുകയോ, കോളേജ് പഠിക്കുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും പറയുമോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രതികൂലമായിട്ട് ബാധിക്കും. മനസ്സിലാവണ്ടോ? ഇപ്പൊ സിനിമാക്കാരെ ആവശ്യമില്ലാതെ ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. സിനിമയൊക്കെ വൻ പരാജയപ്പോട്ടെ, ആവശ്യമില്ലാത്ത പണികൾക്ക് നിൽക്കണ്ട നിങ്ങൾ. അല്ല, ഇതെന്താണെങ്കിലും അങ്ങനെയാണത്. ഇതിന്റെ ഒരു ശാസ്ത്രീയമായ കാരണങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ ബാക്കി ചേർത്താൻ പറയും. എന്താണെന്നറിയാടോ, ഈ മോഹൻലാലിനെ പറ്റി ആറാട്ടെണ്ണം ബുക്ക് എഴുതുന്നൊരു സമയമുണ്ട്. ആ ബുക്ക് കൊണ്ട് മോഹൻലാലിന് കൊടുക്കുന്നു. മോഹൻലാൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, അല്ലേ അതിനെ ഇവനെയാന്നുള്ള രീതിയിൽ അങ്ങ് തട്ടിക്കളഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ പുള്ളി ചെല്ലുമ്പോൾ അവരൊക്കെ അങ്ങ് പൊട്ടനെ പോലെ ഒഴിവാക്കി. നിത്യമേനൻ ഇയാളുടെ പുറകെ നടക്കുന്ന സമയത്തൊന്നും നിത്യമേനൻ പടങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പടങ്ങളൊന്നും ഇല്ല. പല പ്രശ്നങ്ങളുണ്ടായി. മോഹൻലാലിന് ആ സമയം തൊട്ടാ ശ്രദ്ധിച്ചറിയാം, മൊത്തം പടം പിന്നെ പൊട്ടുക. ഈ സിദ്ദിഖുണ്ടല്ലോ, സിദ്ദിഖ് ഇതിനു മുമ്പ് ആദ്യമേ ആറാട്ടെണ്ണെതിരെ പരാതി കൊടുത്തത് പാലാരിവട്ട സ്റ്റേഷനിൽ. ഞാനും കൂടെ ആറാട്ടനോട് പോയാന്ന് സ്റ്റേഷനിൽ. ആ ഇമ്പാക്റ്റ് ആയുടെ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ എന്തോ കൂടോത്രം ചെയ്തെന്ന. അണ്ണന്റെ ഗെയിമാ ഇതൊക്കെ. അതുപോലെ തന്നെ അണ്ണനെ അടിച്ചവൻ അടുത്ത ദിവസം പോയിട്ട് കാണാനേ ഇല്ല. അണ്ണനെ എതിർത്തവരെ ശ്രദ്ധിക്കുക. എന്നാൽ അനൽക്കലി മറിക്കാലും എന്തിനും കുഴപ്പമുണ്ടോ? ഇനി ലക്ഷ്മി ഭാഗ്യത്തിന് എന്താ പെണ്ണിന്റെ പേര്, ഐശ്വര്യലക്ഷ്മിയുടെ കാര്യത്തിൽ ആറാട്ടണ്ണൻ പറഞ്ഞത് എല്ലാവരോടും, ഏത് എൻ്റെ കുഴപ്പമാ, അവരെനിക്ക് കൈ തന്നതാ, അവരൊരു ഇതും ചെയ്തിട്ടില്ല എന്നൊക്കെ ആറാട്ടെണ്ണം വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ അല്ലാന്നേ ഉണ്ടല്ലോ പോയേനെ. ഭയങ്കര തന്നെയല്ലേ. എനിക്കും അത്ര പറയാനുള്ളൂ. അണ്ണനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാ. അതിനകത്ത് എന്തോ പ്രകൃതിയുടെ ഒരു വികൃതിയുണ്ട്. വികൃതിയുടെ പ്രകൃതി. അറടുകയാണ്. അപ്പൊ വെണ്ട, മനസ്സിലായോ? ഉണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ആറാട്ടൻ ഒരു ശല്യമാണ്, എനിക്ക് നല്ല ശല്യമാണ്. ഉള്ള കാര്യം പറയാം. രാവിലെ വിളിക്കും ഫോൺ, ഞാൻ ഇയാൾ കാരണം ഞാനിപ്പോൾ സൈലൻ്റ് ആക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുക. എല്ലാം നടക്കത്തില്ലെന്ന്, ഉറക്കം നടക്കത്തില്ല. എന്നിട്ട് പോരാത്തിന് കഥയെ വന്ന് കൊട്ടും. വന്ന് കയറിയാൽ ഇതിനകത്തോട്ട് കയറി ഒറ്റ കിടപ്പ്, ഒരു തലേനെടുത്ത് കാലിനിടയിലും വെക്കും. എന്നിട്ട് അവിടെ കയറി കാലിട്ട് ഇങ്ങനെ ആട്ടി ആ തലേനെ കൊണ്ട് കാലിട്ടടിക്കും. ഇത് കാലിനിടയിൽ. അയാൾ മൊബൈലും പിടിച്ച് ഇവിടെ. അയാൾ ഈ തലേണ ഉപയോഗിക്കുന്നത് കാലിനിടയിൽ വെക്കാനും കാലടിക്കാനും ഒക്കെയാണ്. നമ്മുടെ ഇവിടെ ഉറക്കവും കളഞ്ഞ് ഞാനിങ്ങനെ ഇതൊക്കെ കാണണം.
ചിലപ്പോൾ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും നമുക്ക് ശരവണ പോകാം, ഞാൻ പേ ചെയ്തോളാം, എനിക്ക് പൈസ ഉണ്ടാവും, ഞാൻ പേ ചെയ്തോളാം, ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയും. എന്നിട്ട് എന്തിനും നമ്മളിപ്പോൾ എക്സ്ട്രാ ഓർഡർ ചെയ്യാനും പറയും ഞാൻ കൊടുത്തോളാം പ്രത്യേകം പറയും. ലാസ്റ്റ് പിന്നെ ഞാൻ തന്നെ കൊടുക്കും, ഞാൻ നീ കൊടുക്കണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ പറയും എന്നാൽ പിന്നെ നാളെ ഞാൻ വരും. അപ്പോൾ പുള്ളിക്ക് അത് പൈസയൊക്കെ ഉണ്ട്, പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ കൊടുത്തും മേടിച്ചൊക്കെ നിൽക്കുന്ന ആളാണ്. അല്ലാതെ പുള്ളി പൈസ ചോദിച്ചവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്, തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റും പറയുന്നുണ്ട്. ഇയാൾ ഒത്തിരി പേര് പറ്റിക്കുന്നുമുണ്ട്. ഒരു പാവം സാധു ഒരു മനുഷ്യൻ. പിന്നെ ഇങ്ങനത്തെ ചെറിയ ശല്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഫേസ്ബുക്കിലും കിടന്ന് എന്താണൊക്കെ കാണിക്കും. ആരെയും ഡയറക്റ്റ്ലി ഹാം ചെയ്യത്തില്ല, മനസ്സിലായല്ലേ? ഒരിക്കലും അയാളുടെ ഭാഗത്തുനിന്ന് ഒരു ഹാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അല്ലേ പിന്നെ അയാൾ അതുപോലെ വയലൻസ് വല്ലതും ആവണം. ഇനി അതിന് വല്ല മാനസിക നില തെറ്റണം. ആറാട്ടുണ്ട് ഇയാൾ ഈ പറയുന്ന പോലത്തെ OCD-യും GCD ഒക്കെ മാറിയിട്ട് വല്ല സ്കീസോഫ്രീനിയ വല്ലതും ആവണം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറാട്ടൻ്റെ നിന്ന് വയലൻസ് പ്രതീക്ഷിക്കാം. ആരെങ്കിലും പിന്നീട് വിളിച്ച് ശല്യം ചെയ്തിട്ടോ ഒന്നുമില്ല. ഇയാൾ പറയുന്നത് എന്നാണെന്നറിയോ, നിത്യമേനോൻ എന്നോട് നോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന്. അവൾ എന്നോടൊന്നും പറഞ്ഞില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും പറയാതെ പോയാൽ അതിനർത്ഥം എന്താണെന്നാണ്. അപ്പോൾ പിന്നെയും പിന്നെ അയാളുടെ പുറകെ പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അതല്ല, അങ്ങനല്ല, മറ്റാണ്, മറിച്ചാണ്. പുള്ളി തിരിച്ചു മറിച്ചൊക്കെ പറയും. പുള്ളിക്ക് അന്ന് പറ്റിപ്പോയൊരു പ്രശ്നമാണ്. അതും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കാണ്. അതൊന്നും നമ്മൾ ന്യായീകരിക്കാൻ പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അയാളോട് നമ്മൾ കാണിക്കേണ്ടത് ഒരിക്കലും അയാളെ ഉപദ്രവിക്കുകയോ ഹരാസ് ചെയ്യുകയോ ഒന്നും അല്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ അയാളെ മുന്നിൽ ഇരുത്തി കളിയാക്കുകയൊക്കെ ചെയ്യും. അതെനിക്ക് ഞാൻ ആരെയാണെങ്കിലും ചെയ്യും, അതുകൊണ്ടങ്ങ് ചെയ്യുന്നത്. അതിപ്പോൾ പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് മൂടിളകുന്നത്. എനിക്ക് അന്ന് ദിവസം ആ മൂടാണ് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും എല്ലാവരും ഇടപെടുന്നത്. ഞാൻ കൊണോണാന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അതപ്പോൾ എൻ്റെ രീതി. അല്ലാതെ എപ്പോഴും അയാളെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല, വല്ലപ്പോഴേ ഉള്ളൂ. അത് ഇയാൾക്കും ചെറിയ വട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ ഇയാൾ മനഃപൂർവ്വം അല്ല. അത് ചില സമയത്ത് ഇളകും. ഈ മൂഡിലിരിക്കുന്നു, നമ്മൾ വർത്താനം പറയുന്നു, ആ സമയത്ത് ആറാട്ടെണ്ണം വരുന്നു. അപ്പോൾ ആറാട്ടെണ്ണെ പ്രത്യേകം ഒന്നും കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ നിൽക്കാറില്ല. പിന്നെ ഇയാൾക്ക് എന്താ വയ്യാത്ത ആളാണോ? ഒന്നുമല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അത്രയ്ക്ക് വയ്യായൊന്നുമില്ല. അല്ല ഇങ്ങോട്ടും പറയാറുണ്ട്. നല്ലപോലെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെല്ലാം പറയുന്നത്. ഇയാളെയൊക്കെ എന്തോ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തെന്ന് ഫേസ്ബുക്കിൽ. അങ്ങനത്തെ പാർട്ടിയാണ് പുള്ളി. അപ്പോൾ അതിനോട് അതൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ഒരാളെ അങ്ങനെ കൺസിഡർ ചെയ്യത്തൊന്നുമില്ല. ഇപ്പം നീളം കുറഞ്ഞ ആളെ കാണുമ്പോൾ കുനിഞ്ഞു നിന്ന് എന്ന് കാണിക്കുന്നത് പോലെ ഉള്ളൂ. കൂടുതൽ കൊഞ്ചിക്കുന്ന പോലെയൊക്കെ ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാരെയും ഒരുപോലെ കൺസിഡർ ചെയ്യും. അല്ല, ഈ കുഞ്ഞു പിള്ളേരെ കൊഞ്ചിക്കേണ്ട കാര്യമില്ല ശരിക്കും. അത് കേട്ടല്ലേ, അതിപ്പോൾ ഇന്ന് നമ്മളെ പറഞ്ഞോളൂ അതിനെ കുറിച്ച്. ചെറിയ പിള്ളേരെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. കൊച്ചു പിള്ളേരെ അപ്പം തന്നെ എവിടെയാന്നു 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 മാമൻ തിന്നു. അത് പോട്ടെ, ഇതിപ്പോ കുട്ടിയോട് മാത്രമല്ല പട്ടിയോട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്, മനസ്സിലായോ? കൊച്ചു പട്ടിയാണ് അതിനടുത്ത് ഇത് തന്നെ. ഈ കൊച്ചുങ്ങളൊക്കെ എന്തോയിരിക്കും വിചാരിക്കുന്നത് ഇത് കേൾക്കുമ്പോ? എനിക്കറിയത്തില്ല ഇവൻ എന്തോ ഈ പറയുന്നതായിരിക്കത്തില്ല ആലോചിക്കുന്നത്. ഇത് നിന്നെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ ഇത്രയും പേരോട് ഒരു കൊച്ചു നോക്കുമ്പോ അത് അവർ ബാക്കിയുള്ളവരോടെല്ലാം സംസാരിക്കുന്നു. ഇതിനെ കാണുമ്പോൾ ഒരു മാതിരി ഇതെന്ത് മനസ്സിലാവുന്നില്ലോ എന്നായിരിക്കും കൊച്ചു വിചാരിക്കുന്നത്, അല്ലേ? ഇല്ലല്ല വേണ്ട 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 വിട്ടെ 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 അതില്ല അത് അതിന് സാധ്യത വളരെ കുറവാണ്. എന്റെ മാക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇടുന്നത്? അതുപോലെ ഇട്ടതാ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. മൊത്തത്തിൽ ശരിയായിട്ടില്ല. ആര് പറഞ്ഞാലും അത് ശരിയാകത്തില്ല. ഇനി അത് ആരാണെന്നൊന്നും നമുക്കറിയത്തില്ല, എന്നാലും അത് ശരിയല്ല. അത്രയേ ഉള്ളൂ.